പിന്നെ ഡീമോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്ന കുട്ടികളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭാഗമാണിത്. നമ്മൾ ജീവിതത്തിലായാലും മുന്നോട്ട് പോകുമ്പം നമുക്ക് പരാജയങ്ങളും തിരിച്ചടിയൊക്കെ ഉണ്ടാവും. നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും പോകണമെന്നില്ല. ചിലപ്പം ഞാൻ വരുമ്പം ഉദ്ദേശിച്ചിട്ടുണ്ടാകും ഇപ്പം 1 വർഷം കൊണ്ട് ഇപ്പം പ്രിപ്പറേഷൻ തീർത്ത് 6 മാസത്തിൽ തീർത്ത് 6 മാസത്തിൽ മോക്കെടുത്ത് 1 വർഷം കൊണ്ട് SSCGL ക്രാക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് വന്നിട്ട് പറ്റിയില്ലെങ്കിൽ നമുക്ക് പിന്നെ എന്തെന്നൊരു ചോദ്യം. അങ്ങനെ റിസൾട്ട് നോക്കുന്ന സമയത്ത് ഇപ്പം ആൻസർ കീ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു ധാരണ ഉണ്ടാവും ഏകദേശം എന്തായിരിക്കും എന്നുള്ളത്. ഇനി ഈ പ്രാവശ്യവും ഓഫീസ് സൂപ്രണ്ട് എന്ന് പറഞ്ഞ പോസ്റ്റിന് ഒരുപാട് വേക്കൻസി ഉണ്ടായിരുന്നു. റിസൾട്ട് പിന്നെ കുറച്ച് ഡിലേ ആയിട്ട് ഈ പ്രാവശ്യം വന്നത്. ഇവിടെ ലാബ് ബുക്ക് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് റിസൾട്ട് വരുന്നത്. അപ്പം ഫ്രണ്ട്സാ പറഞ്ഞത് റിസൾട്ട് വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞത് കഴിഞ്ഞിട്ട് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ലാബിൽ ഇരുന്ന് തന്നെ നോക്കിയത്. ആ സമയത്ത് നോക്കിയപ്പോൾ ഓക്കെ ലിസ്റ്റിൽ പേരുണ്ട്, ഹാപ്പിനെസ് ആണ്. നമുക്കൊരു ഇത്ര നാളിട്ട എഫേർട്ടിൽ നമുക്കൊരു ആ റിസൾട്ടിൽ ആ PDF പേര് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേകമായിട്ടുള്ളൊരു സന്തോഷം നമുക്ക് തോന്നും സത്യം പറഞ്ഞു. വെൽക്കം ടു വരാന്ത റേസ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വേറൊരു സക്സസ് സ്റ്റോറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് SSCGL 2025 ക്രാക്ക് ചെയ്ത അജിത്താണ്. ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന എല്ലാ കുട്ടികളുടെയും ഡൗട്ടാണ് ഇനി എന്ത് ചെയ്യണം, SSC പഠിക്കണോ അതോ ബാങ്കിങ് നോക്കണോ, PSC എഴുതണോ എന്നുള്ളതൊക്കെ ഡൗട്ടാണ്. അപ്പം അജിത്തിന് എങ്ങനെയായിരുന്നു ഡിഗ്രി കഴിഞ്ഞിട്ട് SSCയിലോട്ട് എന്തുകൊണ്ടാണ് SSC സെലക്ട് ചെയ്തത്? PSC എടുക്കണോ വേണ്ടിയെന്നായിരുന്നു ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നത്. അപ്പം നമ്മുടെ ഒപ്പം പഠിച്ചിരുന്ന ആളുകളെല്ലാം തന്നെ കൂട്ടുകാരും ഫ്രണ്ട്സ് എല്ലാവരും PSC ആണ് ചൂസ് ചെയ്തിരുന്ന സമയം. അപ്പോൾ ആ സമയത്ത് SSCനെ കുറിച്ച് വലിയ ധാരണ ഇല്ല എന്ന് തന്നെ പറയാം. പിന്നീട് കുറച്ച് പേര് മാത്രമാണ് SSC എന്ന് പറഞ്ഞ് കാര്യമായിട്ട് ഇറങ്ങിയത്. അപ്പം ഞങ്ങളൊരു 3-4 പേര് കൂടിയിട്ട് SSC പ്രിപ്പയർ ചെയ്യണം എന്നുള്ളൊരിത് വെച്ചിട്ട് ബേസിക്കായിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പോലത്തെ വളരെ ബേസിക്കായുള്ള ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പറ്റുന്ന മെറ്റീരിയൽസ് ഒക്കെ പ്രീവിയസ് ഇയർ മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്ത് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കുന്ന രീതിയിൽ നമ്മൾ തന്നെ ഒരു കുറച്ചാൾ പോയി. 21-ലാണ് ഡിഗ്രി പാസ് ഔട്ട് ആവുന്നത്. അപ്പോൾ ഏകദേശം ഒരു വർഷത്തോളം നല്ല രീതിയിൽ വീട്ടിൽ ഇരുന്ന് തന്നെ സെൽഫായുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനൊക്കെയാണ് ബേസ് ചെയ്തിട്ടാണ് ചെയ്തത്. യൂട്യൂബിൽ ക്ലാസ്സുകളാണ് കണ്ടത്. പിന്നീട് ഒരു ഇത് പോരാ, 1-2 എക്സാം എഴുതിയപ്പം കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ബേസിക്കായിട്ട് ആ സിലബസ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലൊരു കോമ്പറ്റീഷൻ ലെവലിലേക്ക് നമുക്ക് ആ ഒരു തലത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റുള്ളൂ എന്നൊരു ധാരണ വന്നു. അപ്പോൾ അതിനുശേഷമാണ് പിന്നെ എന്ത് ചെയ്യണമെന്ന് നോക്കി. ഒരുപാട് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് 1-2 പേര് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവരുടെ ഒരു സജഷൻ വെച്ചിട്ടാണ് ഞാനിവിടെ ജോയിൻ ചെയ്യുന്നത്. 2023 ഒക്ടോബർ 18 ബാച്ചിലാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പം ബേസിക്കായ ക്ലാസ്സുകൾ തന്നെയാണ് പോകുന്നത്. 2023-ലാണ് റേസിൽ ജോയിൻ ചെയ്യുന്നത്. റേസ് എന്തോരം സഹായിച്ചു ഈ പ്രിപ്പറേഷനിൽ? റേസ് സത്യം പറഞ്ഞാൽ ഞാൻ വരുമ്പം എനിക്കൊരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഐഡിയ ഇല്ല എന്താണെന്നുള്ള. ജസ്റ്റ് ഒരു SSC എന്നുള്ള പേരും വളരെ ബേസിക്കായിട്ട് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈവൻ പോസ്റ്റുകൾ ഏതൊക്കെയാണ്, മെയിനുള്ള എക്സാമുകൾ ഏതൊക്കെയാണെന്നുള്ളത് വളരെ ബേസിക്കായ ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ഓരോ എക്സാമിന് ടാർഗറ്റ് ചെയ്യണം, ആദ്യം നമുക്ക് വരുമ്പോൾ നമുക്കൊരു ജോലി വേണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പം 10th ലെവലുള്ള MTS ആണ് നമ്മൾ ആദ്യമേ നോക്കുന്നത്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് ഇതിൻ്റെയൊക്കെ സിലബസുകൾ ഏകദേശം സിമിലർ ആയിട്ടുള്ള തന്നെ സിലബസാണ് ഡിഗ്രി ലെവൽ വരെ ഉള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഹയർ ലെവൽ തന്നെ എപ്പോഴും നോക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടുന്ന സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് വ്യത്യാസങ്ങളുണ്ട്, ബട്ട് സിലബസ് സെയിം ആയിരിക്കും. അപ്പം ഇവിടെ വന്ന് നമുക്കൊരു ഓറിയൻറ്റേഷൻ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ പോയി നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു ബേസിക് ക്ലാസ്സും പിന്നെ സർക്കിൾ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും നമുക്ക് വരുമ്പോൾ നമുക്കൊരു നല്ലൊരു ഐഡിയ കിട്ടും, എന്ത് ചെയ്യണം, എന്താണ് നമുക്ക് ആവശ്യം, എവിടെയൊക്കെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമ്മളൊരു സർക്കിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് അത്യാവശ്യം നല്ലൊരു ഇതായിരുന്നു. ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എവിടെ നിൽക്കുന്നു, നമ്മളൊരു നിലവാരം മനസ്സിലാവും. പിന്നെ ബേസിക് ക്ലാസ്സ് എല്ലാം നല്ല രീതിയിൽ നമുക്ക് ഓരോന്നും കറക്റ്റായിട്ടൊരു ഷെഡ്യൂളൊക്കെ ഫോം ചെയ്തിട്ടാണ് ചെയ്യുന്നതെല്ലാം. അപ്പോൾ നമുക്കൊരു കുറച്ച് നാൾ കൊണ്ട് തന്നെ നമുക്കൊരു ബേസിക് ഐഡിയ വരും. ഒരു 5-6 മാസം കൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു സ്ട്രക്ചറായിട്ടുള്ള രീതിയിൽ നമുക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഏകദേശം നമ്മൾ ഒരു ബേസിക്കായുള്ള സിലബസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഒരു സർക്കിളിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കത് തന്നെ നല്ലൊരു ധാരണ കിട്ടുന്നുണ്ട്. അപ്പം അവിടെ നിന്ന് നമുക്ക് പിന്നെ ലാബ് കാര്യങ്ങൾ ലൈബ്രറി ഉണ്ട്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഞാൻ ഈ ലൈബ്രറിയാണ്. അത് തന്നെ എടുത്തു പറയേണ്ടത് ലാബാണ്. അപ്പം അവിടെ നമുക്ക് രാവിലെ തന്നെ തുറക്കും, രാത്രി വരെ ഉണ്ടാവും. രാത്രി 10-11 മണി വരെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ദിവസവും വന്നു പോയി പഠിക്കുന്ന, ഞാൻ അവിടെ സ്റ്റേ ചെയ്യുന്ന അടുത്ത് തന്നെ. അപ്പം
ദിവസം വന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം വന്നു പോയിട്ട് എനിക്കത് നല്ല രീതിയിൽ ലാബ് യൂസ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ടായിരുന്നു. അപ്പം അത് നമുക്ക് പ്രിപ്പറേഷനിൽ വളരെയധികം ഉപകരിച്ചിട്ടുണ്ട്. റേസ് അങ്ങനെയാണ് നമുക്ക് അത്രയും ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇവിടെ മെൻറ്റർ സപ്പോർട്ട്, ഞങ്ങൾ ആദ്യം വന്ന് അവിടെ ജോയിൻ ചെയ്യുമ്പം ആര്യ മിസ് ആയിരുന്നു ഞങ്ങളുടെ മെൻറ്റർ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എതു സാറായി. അപ്പം അവർക്ക് ഇതിനെക്കുറിച്ചുള്ള നല്ല ഗ്രാഹ്യമുണ്ട്. ഈ സിലബസ് എന്താണ്, എക്സാം എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് നല്ലൊരു ഗ്രാഹ്യമുണ്ട്. അപ്പോൾ അവർ നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാക്കി തന്നു. അപ്പം ഒരു ചെറുതായിട്ട് നമ്മളൊരു കേരളം എന്ന് പറഞ്ഞ രീതിയിലേക്ക് ഒതുങ്ങി നിൽക്കരുത്. PSC പോലെ ഒരു ഓൾ ഇന്ത്യ ലെവൽ വരുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ അത്ര കണ്ട് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളൊരു ജസ്റ്റ് റാൻഡമായിട്ട് പഠിച്ചതുകൊണ്ടോ എന്തെങ്കിലും ചെയ്തുകൊണ്ട് നമുക്കിത് ക്ലിയർ ആവില്ല എന്നുള്ളൊരു ബോധ്യം അവരുണ്ടാക്കി തന്നു. അപ്പോൾ പറഞ്ഞൊരു കറക്റ്റായിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടാവണം, സിലബസ് നല്ല രീതിയിൽ കവർ ആവണം, നമുക്കതിനകത്ത് നല്ലൊരു ഗ്രിപ്പ് ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ധാരണ അവരായിട്ട് ഉണ്ടാക്കി തന്നു. അപ്പോൾ ആ ഒരു മെൻറ്റർഷിപ്പ് വളരെ ഉപകരിച്ചിട്ടൊരു കാര്യമാണ്. എല്ലാവരും ഏറ്റവും കൂടുതൽ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ലാബ് യൂസ് ചെയ്യുന്നതും അതുപോലെ മോക്ക് ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസും. അജിത്തിന് അതെങ്ങനെയായിരുന്നു? ഏറ്റവും കൂടുതൽ മോക്ക് ടെസ്റ്റ് തന്നെയാണോ സഹായിച്ചത്? കൂടുതലും മോക്ക് ടെസ്റ്റ് തന്നെയാണ്. കാരണം നമ്മളൊരു ബേസിക് സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ നമ്മൾ പഠിച്ച കാര്യം പ്രാക്ടിക്കലി നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമുക്ക് ഇത് എഴുതുന്ന ആളുകൾക്ക് നമുക്കറിയാം ടൈം കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ആ ഒരു പ്രഷറിൽ നമുക്ക് പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ആ ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റണം. ചിലപ്പോൾ മിസ്റ്റേക്സ് വരും, നമുക്ക് പാനിക്കായി പോകുന്ന പ്രശ്നങ്ങളുണ്ട്, അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസിന് ഇടയ്ക്ക് വരും. അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ മോക്ക് നന്നായിട്ട് നമുക്ക് ഉപകാരപ്പെടും. അപ്പം ഈ ഒരു ലാബ് ഫെസിലിറ്റി നമ്മൾ ശരിക്കും ആക്ച്വലി എക്സാമിന് എങ്ങനെ പോയിരിക്കുമോ ഏകദേശം ആ ഒരു അറ്റ്മോസ്ഫിയറിന് സിമിലർ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് കിട്ടുക. അപ്പം അത് നമുക്ക് നല്ല രീതിയിൽ ഉപകരിച്ചിട്ടുണ്ട്. കാരണം മോക്ക് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണ് നമ്മൾ വീക്കായിട്ടുള്ളത്, എവിടെയൊക്കെയാണ് നമ്മൾ കാര്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, പിന്നെ ടൈമിൻ്റെ ഇഷ്യൂസ്, പിന്നെ നമ്മുടെ വീക്ക് ഏരിയാസ് സ്ട്രോങ് ഏരിയാസ് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്ത് കിട്ടുന്നത് മോക്കിന്ന്. അപ്പം പിന്നെ പല പ്ലാറ്റ്ഫോംസും നമുക്ക് റേസിൻ്റെ ആപ്പുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ആപ്പുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ മോക്കുകളൊക്കെ. അപ്പം ലൈവ് മോക്സും വരും വീക്കെൻഡിലൊക്കെ. അപ്പം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മളൊരു നിലവാരം, നമ്മളൊരു കോമ്പറ്റീഷൻ ലെവലിൽ എവിടെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ധാരണ കിട്ടും. അപ്പം നമുക്ക് മനസ്സിലാവും നമുക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, ഇപ്പോൾ ഏതൊക്കെ മേഖലകളാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കിപ്പം എല്ലാവർക്കും കുറേ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസും കാണും, വീക്കായുള്ള ഏരിയാസും കാണും. അപ്പം വീക്കായിട്ടുള്ള ഏരിയാസ് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്ത് കിട്ടാനും അതിന്മേൽ വർക്ക് ചെയ്യണം എന്നുള്ളൊരു കറക്റ്റായൊരു ധാരണ കിട്ടാൻ മോക്സ് വളരെ ഇമ്പോർട്ടൻ്റാണ്. സ്ട്രോങ് ആയിട്ടുള്ളത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. പിന്നെ ഈ ഒരു ടൈം കൺസ്ട്രെയിനകത്ത് നിന്നുകൊണ്ട് എങ്ങനെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ട ഒരു രീതി തന്നെ നമുക്ക് മാറും മോക്ക് എടുക്കുമ്പോൾ. നമ്മൾ ചിലപ്പോൾ ഞാൻ കോളേജിൽ പഠിച്ചിരുന്നത് ഫിസിക്സാണ് ഡിഗ്രി. അപ്പം മാത്സ് അത്യാവശ്യം അവിടെ നിന്ന് ബേസ് ഉണ്ട് എനിക്ക്. അപ്പം ഈ ഒരു ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ അവിടെ ചെയ്യുന്ന ഒരു മെത്തേഡ് വെച്ചല്ല മാക്സിമം നമ്മളിവിടെ അപ്രോച്ച് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ അത്രയും സ്റ്റെപ്പുകളോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി തന്നെ എൻ്റയർലി ഡിഫറെൻ്റാണ്. അപ്പം ആ ഒരു രീതി നമ്മൾ പഠിക്കുന്നത് ഈ മോക്കിലൂടെയാണ്. നമുക്ക് ക്ലാസ് എടുത്ത് കിട്ടുമ്പോഴും ഇതിങ്ങനെയാണെന്നൊക്കെ ഉള്ളൊരു ധാരണ നമുക്ക് കിട്ടുന്നതിനുപരി നമുക്ക് മോക്ക് എടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഉള്ള ധാരണകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പിന്നെ അത് മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഈ ടൈമിൻ്റെ ഇഷ്യൂസ്, ക്വസ്റ്റ്യൻ തെറ്റ് വന്നു കഴിഞ്ഞാൽ തിരിച്ചെങ്ങനെ റീ അറ്റംപ്റ്റ് ചെയ്യണം, എങ്ങനെ മോക്ക് അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളത് പോലും നമുക്ക് കാര്യമായിട്ട് പഠിക്കാനുള്ളൊരു കാര്യമാണ്. ജസ്റ്റ് റാൻഡമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതല്ല. അപ്പോൾ നമുക്ക് ഒരുപാട് ഈ സ്ട്രാറ്റജി വീഡിയോസും നമുക്ക് മെൻറ്റേഴ്സിൻ്റെ ഗൈഡൻസും കാര്യങ്ങളെല്ലാം കിട്ടുമ്പോഴാണ് നമുക്ക് ഈ ഒരു ധാരണ കറക്റ്റായിട്ട് വരിക. അപ്പോൾ ഈ ലാബ് ഫെസിലിറ്റി അതിനകത്ത് വളരെ കണ്ട് ഉപകരിച്ചിട്ടുണ്ട്. കാരണം നമുക്കത് എപ്പോഴും ഓപ്പണാണ്, മിക്ക ദിവസങ്ങളിലും ഓപ്പൺ ആയിരിക്കും. ഇപ്പോൾ ക്ലാസ്സുകളില്ലാത്ത ദിവസം, ചില അവധി ദിവസങ്ങളൊക്കെ വന്നാൽ പോലും ലാബ് ലൈബ്രറി ഓപ്പൺ ആയിരിക്കും. അത് നമുക്ക് വളരെ കണ്ട് ഉപകരിച്ചിട്ടുണ്ട്. അജിത്ത് പറഞ്ഞതുപോലെ എല്ലാവരും നോക്കിയിരിക്കുന്നതും ആ സ്ട്രാറ്റജി എന്ന് പറയുന്നൊരു കാര്യം തന്നെയായിരിക്കും. 2021 പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് വലിയ ഗ്രാഹ്യം ഉണ്ടാകണമെന്നില്ല. ആ ടൈമിലാണ് ആ ടൈമിലൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കും. ആ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി തന്നെയാണോ ഫുള്ളുണ്ടായിരുന്നത്? പിന്നെ അത് കഴിഞ്ഞ് 2023 ഇവിടെ ജോയിൻ ചെയ്തപ്പോൾ അതിന് മാറ്റം വരുത്തിയോ? പിന്നീട് അവസാനം ഈ വിജയത്തിലോട്ട് വരുമ്പോഴും സ്ട്രാറ്റജി അങ്ങനെ തന്നെയാണോ കീപ്പ് ചെയ്തത്, അതോ മാറ്റം വരുത്തിയോ? അതിനകത്ത് സ്ട്രാറ്റജിനെ കുറിച്ച് പറയാൻ വേണ്ടി തുടങ്ങുമ്പം സ്ട്രാറ്റജി ഒന്നുമില്ല. കാരണം തുടങ്ങുമ്പം ഒരു യൂട്യൂബ് വീഡിയോകളാണ് നമ്മൾ കാണുന്നത്. എന്താണെന്ന് SSC എന്നുള്ളത് അറിയണം, ഏതൊക്കെയാണ് പോസ്റ്റുകൾ എന്നുള്ളത് പോലും നമുക്കൊരു വ്യക്തമായ ധാരണയൊന്നുമില്ല. നമ്മൾ കുറേ ഈ യൂട്യൂബ് ചാനലൊക്കെ എടുത്ത് നോക്കുമ്പോൾ കുറച്ച് ഗ്ലോറിഫൈ ചെയ്ത് കുറച്ച് പോസ്റ്റുകളൊക്കെ ഉണ്ട്. ഇൻസ്പെക്ടർ പോസ്റ്റുകളൊക്കെയാണ് കൂടുതലും പറയുക. വേറെ ഏതൊക്കെ പോസ്റ്റുകളൊന്നും നമുക്ക് വലിയ ധാരണകളൊന്നുമില്ല. അപ്പം തുടങ്ങുമ്പം
നമ്മൾ നോർമലി ഏതെങ്കിലും നമുക്ക് മാത്സ് താല്പര്യമുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ തുടങ്ങിയ സത്യം പറഞ്ഞാൽ മലയാളത്തിലുള്ള മറ്റേ PSC ക്ലാസ്സുകളിലെ മാത്സിൻ്റെ ക്ലാസ് തുടങ്ങിയത് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ ഒരു കമ്പൈലേഷനും വാങ്ങിച്ചു. എന്നിട്ട് അതിരുന്ന് വർക്കൗട്ട് ചെയ്യലാറും തുടങ്ങിയ സമയത്ത്. അപ്പോൾ സ്ട്രാറ്റജി ഒന്നും കാര്യമായിട്ടില്ല. പിന്നീട് മുന്നോട്ട് പോകുന്തോറും നമുക്കിത് പോരാ എന്നുള്ളൊരു ധാരണ വന്നു തുടങ്ങും കുറച്ചായിട്ട്. അപ്പോൾ നമ്മളിപ്പം പിന്നീട് മുന്നോട്ട് പോയി. ഇപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തതിനു ശേഷം സത്യം പറഞ്ഞാൽ 23-ന് ശേഷമാണ് പ്രോപ്പറായിട്ടൊരു നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത്. കാരണം അതുവരെ നമുക്കൊരു ധാരണയില്ല, നമ്മൾ എന്തൊക്കെയോ പഠിക്കും. പിന്നെ ഇതിനകത്തൊരു പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ മിക്കവർക്കുള്ളൊരു ബുദ്ധിമുട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റീറ്റെയിൻ ചെയ്യാനുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മാക്സിമമായിട്ട് നോക്കും കുറച്ച് ദിവസം നമുക്ക് ബാക്കിയുള്ളതൊക്കെ മാറ്റി വയ്ക്കും. എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പം പിന്നെ അടുത്ത സബ്ജക്റ്റിലോട്ട് പോകും. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നതെല്ലാം കുറച്ച് ഇങ്ങനെ ക്യുമുലേറ്റീവായിട്ട് പോയി കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കിതെല്ലാം പോകും കഴിയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് എങ്ങനെ റിവിഷൻ ചെയ്യണം എന്നുള്ളൊരു ധാരണയൊന്നും അപ്പോൾ ഇല്ല. ഇവിടെ വന്ന് ജോയിൻ ചെയ്തതിന് ശേഷം 23-ന് ശേഷം നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം ആ സമയത്തുള്ളൊരു സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് എന്ത് പഠിക്കുന്ന കാര്യം മറന്നു പോകരുത് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പം അത് നമ്മൾ കൂടുതൽ ഇപ്പം മാത്സിൻ്റെ കാര്യമാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഒരു ടോപ്പിക് എടുത്തു. അപ്പോൾ ആ ടോപ്പിക്ക് നമ്മൾ നന്നായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടും. അവർ പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ കൂടുതൽ മോക്ക് എടുക്കുമ്പോൾ സെക്ഷണൽ മോക്കുകൾ കിട്ടും. ഇപ്പോൾ ടോപ്പിക് വൈസ് മോക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെടുത്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത് കിട്ടും, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, പാറ്റേൺ ഉണ്ടെന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ അതിൽ ചെയ്തിരിക്കുന്ന സമയം നമുക്ക് കാണാം, നമ്മളെടുക്കുന്ന സമയം കാണാം. ചിലപ്പോൾ കിട്ടാത്തതുണ്ടാവും. അപ്പോൾ നമുക്ക് എത്ര പേര് ശരിയാക്കിന്നുള്ള പെർസെൻറ്റേജൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് വെച്ച് നമുക്ക് മനസ്സിലാവും നമുക്കത് എവിടെയാണ് വീക്ക് എന്നൊക്കെ ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നൊരു സ്ട്രാറ്റജി മാറിക്കൊണ്ടിരിക്കും. നമ്മളിപ്പം എല്ലാം പെർഫെക്റ്റ് ആയിട്ടൊരു സ്ട്രാറ്റജി വെച്ച് നമുക്ക് തുടങ്ങാൻ പറ്റില്ല ഒരു സമയത്ത്. അപ്പം നമ്മൾ ഉള്ളത് വെച്ച് മാക്സിമം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഇറങ്ങുക. മുന്നോട്ട് പോകെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള മേഖലകൾ എന്തൊക്കെയാണ്, എവിടേക്കാണ് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത്, എന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടതെന്നൊക്കെ വ്യക്തമായൊരു ധാരണ നമുക്ക് തന്നെ രൂപപ്പെടും. അത് ഈ ഒരു ജേണിയിൽ നമ്മൾ തന്നെ പഠിച്ച് വരുന്നൊരു കാര്യമാണ്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം 2023-ന് ശേഷം പ്രിപ്പറേഷൻ തുടങ്ങിയതിന് ശേഷമാണ് ഒരു കൃത്യമായിട്ടുള്ളൊരു ഐഡിയ വെച്ച് പ്രിപ്പറേഷൻ തുടങ്ങിയത്. കൃത്യമായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ റിവിഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. ഒരു ബേസിക് ക്ലാസ് ഒരു 6 മാസത്തോളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കൂടുതൽ ഡെപ്തിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എവിടേക്കാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്നൊക്കെ നമുക്കൊരു വ്യക്തമായ ധാരണ വന്നു തുടങ്ങിയാണ്. അപ്പോൾ നമ്മൾ സ്ട്രാറ്റജി കുറച്ചുകൂടി അതിനനുസരിച്ച് മാറ്റം വരുത്തും. പിന്നെ ടയർ 2-ലേക്ക് വരുമ്പോൾ നല്ല രീതിക്ക് സ്ട്രാറ്റജി നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റാണ്. കാരണം ഈ ഒരു ടൈമിങ്ങിൻ്റെ ഒരു ഇഷ്യൂയും കൂടെ വരും. സെക്ഷനിലാണ് ടൈമിങ് വരുന്നത്. അപ്പോൾ മാത്സ് റീസണിങ്ങും 1 മണിക്കൂറിനകത്ത് നമ്മളൊരു 60 ക്വസ്റ്റ്യൻ ചെയ്തെടുക്കണം. അത് നമുക്ക് പ്രാക്ടീസോടെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. പ്രാക്ടീസും നല്ലൊരു അറ്റംപ്റ്റിംഗ് സ്ട്രാറ്റജി നമുക്കുണ്ടാവണം. അപ്പം അത് നമ്മൾ കറക്റ്റായിട്ട് കുറേ മോക്കുകൾ എടുത്ത് ഒരു സ്ട്രാറ്റജി നമ്മൾ ഉണ്ടാക്കി എടുത്ത് വെച്ച് കൂടുതൽ പേര് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ഇയർ നമുക്ക് നല്ല സ്കോർ കിട്ടിയ ആൾക്കാരുണ്ടാവും, നല്ല അറ്റംപ്റ്റ് ചെയ്ത് ഹയർ റാങ്ക് കിട്ടിയ ആൾക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവർ യൂട്യൂബിലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്കത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളത്. അറ്റംപ്റ്റിംഗ് സ്ട്രാറ്റജി വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം ചിലപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് പോയിട്ട് ഈ ഒരു അറ്റംപ്റ്റിംഗ് സ്ട്രാറ്റജി പ്രശ്നം വരുന്നതുകൊണ്ട് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സ്ട്രാറ്റജിയുടെ കാര്യം, പഠിക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ റിവിഷനാണ് ഇമ്പോർട്ടൻസ്. കാരണം റിവിഷനാണ് കീ ആയിട്ട് വരിക. എത്രത്തോളം നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നു എന്നതിലുപരി എങ്ങനെ അത് അപ്ലൈ ചെയ്യുന്നു, എത്രത്തോളം നമ്മൾ റീറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത്. കാരണം ആ ഒരു എക്സാം പ്രഷറിൽ ഇരുന്നുകൊണ്ട് ഈ സാധനത്തിൻ്റെ നമുക്ക് റീകോൾ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് അതിനകത്തൊരു ഗ്രിപ്പ് ഉണ്ടാവണം. അപ്പോൾ അതിന് നല്ല രീതിക്ക് റിവിഷൻ ഉണ്ടാവണം. അപ്പം പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരാളായാലും റിവിഷന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം കൂടുതൽ ഡെപ്തിലോട്ട് പോയി പോകുന്തോറും നമ്മൾ കയ്യിലുള്ളതൊന്നും പോകാൻ പാടില്ല. ഇപ്പം എഡ്യൂക്കേറ്റീവ് പാറ്റേൺ വന്നു കഴിഞ്ഞപ്പം കുറച്ച് നമ്മൾ അതുവരെ കണ്ടതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായുള്ള ക്വസ്റ്റ്യൻസൊക്കെ വന്നു. ഇപ്പം ഇംഗ്ലീഷിലൊക്കെ ആയാൽ പോലും, ഇംഗ്ലീഷിലും മാത്സിലും വന്നു. അപ്പം നമ്മൾ ആ പുതിയ ടോപ്പിക്കിൻ്റെ പുറകെ മാത്രമായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമുണ്ടാവും. കാരണം തിരിച്ച് മെയിൻസിലോട്ട് വന്നു കഴിഞ്ഞപ്പം പഴയ രീതിയിലേക്ക് തന്നെ ക്വസ്റ്റ്യൻസ് വന്നു. പുതിയ രീതിയിൽ എഡ്യൂക്കേറ്റഡ് പാറ്റേണുകൾ വന്നതിൻ്റെ ആ ഒരു മാറ്റം മെയിൻസിൽ കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് റീറ്റെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെയുണ്ട്. അപ്പം ആ ഒരു റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ജസ്റ്റ് ഒരു പാറ്റേൺ ഒരു എക്സാമിൽ ചേഞ്ച് ആയെന്ന് വിചാരിച്ച് പെട്ടെന്ന് ഇതെടുത്ത് വെച്ച് മാറ്റാതിരിക്കുക. പിന്നെ സമയം എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പം പെട്ടെന്ന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുന്നില്ല, സ്ട്രാറ്റജി വർക്കാവുന്നില്ല എന്ന് വെച്ച് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കരുത്. ഒന്നും തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ സ്റ്റുഡൻസ് പറയുന്ന ഒരു കാര്യമാണ്, മോക്ക് എടുക്കുന്ന ടൈമിൽ അവർക്ക് സ്കോർ കുറയും. ഒന്നെങ്കിൽ അത് സ്പീഡ് കുറയുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവർ സ്പീഡ് കൂട്ടാനുള്ളൊരു
വെപ്രാളം കാണിക്കുമ്പം ആക്യുറസി ഒരുപാട് അങ്ങ് ഡൗൺ ആയി പോകുന്നതായിട്ടും അവർക്ക് ശ്രദ്ധയിൽ പെടുന്നുണ്ട്. അപ്പം അങ്ങനെ രണ്ടും ഒന്നുപോലെ സ്പീഡും ആക്യുറസിയും എങ്ങനെയാണ് ഒരു സ്റ്റുഡൻറ്റിന് ഒന്നുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നത്? സ്പീഡും ആക്യുറസിയും ആദ്യം നമുക്ക് അതിനകത്ത് സബ്ജക്റ്റിൽ നല്ലൊരു നോളജ് ഉണ്ടാവണം. നമുക്ക് ആ സിലബസ് വെച്ച് തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ് എപ്പോഴും പറയത്തുള്ളൂ. കാരണം റാൻഡമായിട്ട് എന്തെങ്കിലും പ്രീവിയസ് ചുമ്മാ എടുത്ത് ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് കാര്യമില്ല. ഒരു സിലബസ് ഉണ്ട്, ആ സിലബസ് കറക്റ്റായിട്ട് എന്തൊക്കെ വേണം എന്നുള്ളത് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമ്മളത് വെച്ച് തന്നെ പഠിക്കുക. അപ്പോൾ നമുക്ക് ഒരു എല്ലാ മേഖലകളിലും ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നൊക്കെ നമുക്കൊരു വ്യക്തമായ ധാരണ ഉണ്ടാവും. എന്നിട്ട് പ്രീവിയസ് ഇയർ നോക്കുക. ആദ്യം ചെയ്യേണ്ട സത്യം പറഞ്ഞാൽ പ്രീവിയസ് ഇയറാണ്. കാരണം പ്രീവിയസ് ഇയർ ചെയ്യുമ്പം SSC കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന മേഖലകൾ ഏതൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, അത് ഏതൊക്കെ ടൈപ്പുകളാണെന്നൊക്കെ ഉള്ളൊരു വ്യക്തമായ ധാരണ കിട്ടും. അപ്പം അത് കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ സ്പീഡിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിലുപരി നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ആക്യുറസിക്ക്. കാരണം ആ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റണം എന്നുള്ളതാണ് ആദ്യത്തെ ആവശ്യം. അപ്പം ആക്യുറസിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ആദ്യത്തെ ഒരു സമയം നമ്മൾ ചെയ്യുക, മോക്കുകൾ എടുക്കുക. ചിലപ്പോൾ നമുക്ക് ഈ സമയത്തിനകം തീരത്തൊന്നുമില്ല. ഇപ്പം ആദ്യമൊക്കെ എടുത്തു തുടങ്ങുമ്പോൾ 25 ക്വസ്റ്റ്യനുണ്ട്. ചിലപ്പോൾ ഒരു 8 ക്വസ്റ്റ്യനോ 5 ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് തീർന്ന ഭാഗ്യം എന്ന് പറയാം, അത്രേ ഉള്ളൂ. കാരണം അപ്പോഴത്തേക്ക് സമയം തീരും. ഒരു ക്വസ്റ്റ്യന് 2-3 മിനിറ്റൊക്കെ എടുത്ത് ചിലപ്പോൾ 4-5 മിനിറ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സ്കിപ്പ് ചെയ്യണം എന്നുള്ളതൊന്നും നമുക്ക് അപ്പോൾ ധാരണ ഉണ്ടാവില്ല. അപ്പം ആദ്യം എടുത്തു തുടങ്ങുന്ന സമയത്ത് ഈ സെക്ഷണൽ മോക്കുകളുണ്ട്. ഇപ്പോൾ QAയുടെ മാത്രമായിട്ട് മോക്ക് എടുക്കുക. ഈ ടൈമിൻ്റെ ഇഷ്യൂ മെയിനായിട്ട് വരുന്ന QAക്ക് ആയിരിക്കും. ബാക്കിയുള്ളതിന് ടൈമിൻ്റെ വലിയ ഇഷ്യൂസ് കാണിക്കില്ല. ഇപ്പോൾ എഡ്യൂക്കേറ്റീവ് പാറ്റേൺ വന്നതിന് ശേഷം ഇംഗ്ലീഷിനും കുറച്ചൊരു ലെങ്തി ആയിട്ടുള്ള റീഡിങ് കോമ്പറൻഷനൊക്കെയാണ് വരുന്നത്. അതിൽ കുറച്ച് പ്രശ്നം ഇപ്പോൾ വരുന്നുണ്ടാകും. ബട്ട് മെയിനായിട്ടും പ്രശ്നം വരുന്നത് QAയിലാണ്. അപ്പോൾ QAയുടെ സെക്ഷണൽ മോക്ക് എടുക്കുമ്പോൾ ഒരു ദിവസം 2-3 മോക്കുകൾ എടുക്കുക. അപ്പോൾ നമുക്കൊരു പയ്യെ ഇമ്പ്രൂവ്മെൻറ്റ് വരുള്ളൂ. ഒന്നാമത്തെ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവില്ല അത് ആദ്യമൊന്നും നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ടോ. അപ്പോൾ മോക്കെടുക്കും, മാർക്ക് കൂടും കുറയും. ഒരു 10 മാർക്ക് കിട്ടാനൊക്കെ നമുക്കൊരു ഒരാഴ്ച 2 ആഴ്ചയൊക്കെ മിനിമം എടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ. കാരണം 2 അക്കം കാണണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ആഗ്രഹം. പിന്നെയാണ് പയ്യെ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. നമുക്കൊരു ആ ഒരു പ്രോസസ്സിൽ നമ്മൾ വിശ്വസിക്കുക, നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക, നമ്മൾ അത് വെച്ച് തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഗ്രാജുവലി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അതിന് അതിൻ്റേതായ ടൈം കൊടുത്തേ പറ്റത്തുള്ളൂ. പെട്ടെന്നൊരു ജമ്പ് ചെയ്യില്ല മാർക്ക് നമ്മളൊരിക്കലും. അതേസമയം റീസണിങ്ങിൽ അത് പെട്ടെന്ന് ജമ്പാവും. നമുക്ക് വളരെ കുറച്ച് ടൈം കൊണ്ട് തന്നെ സ്കോർ ഭയങ്കരമായിട്ട് കൂടും. പക്ഷേ മാത്സിന് അതിൻ്റേതായ സമയം എടുക്കും. നമ്മൾ കൂടുതൽ ടോപ്പിക് പഠിക്കും തോറും കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണും തോറും നമുക്കത് ചെയ്യാനുള്ള ഒരു മെത്തേഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പം നമുക്ക് ഈ ഒരു സ്പീഡിൻ്റെ പ്രശ്നം നമ്മൾ കൂടുതൽ മോക്ക് എടുത്ത് മാത്രം തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. ആദ്യം ആക്യുറസി ശ്രദ്ധിക്കുക. നമുക്കിപ്പം 10 ക്വസ്റ്റ്യന് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഓക്കെ. 10 ക്വസ്റ്റ്യൻ നെഗറ്റീവ് ഇല്ലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ പ്രിലിംസും മെയിൻസും ആയാലും പ്രിലിംസിൽ പിന്നെയും വെയിറ്റേജ് ഈ റോങ് ആൻസറിന് പോകുന്ന മാർക്ക് കുറവാണ് നെഗറ്റീവ്. അതേസമയം മെയിൻസിലേക്ക് വന്നു കഴിയുമ്പോൾ അത് 1/3 ആവും. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ അറ്റംപ്റ്റ് ചെയ്തിട്ട് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് 4 മാർക്ക് പോകും. കിട്ടേണ്ട 3 മാർക്കും 1 മാർക്ക് നെഗറ്റീവായിട്ട് പോകും. അപ്പോൾ നമുക്ക് 1 മാർക്ക് ഇവിടെയൊക്കെ മാറുമ്പോൾ ഏകദേശം ഒരു 500 റാങ്കിനടുത്ത് ഇവിടെ അപ്രോക്സ് മാറും. അപ്പോൾ അത് വലിയൊരു ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ നമുക്ക് നെഗറ്റീവ് ഇല്ലായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആക്യുറസിക്ക് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക. മോക്ക് എടുത്ത് പോകുമ്പം സ്പീഡ് കറക്റ്റായി പോകും. സ്പീഡ് കറക്റ്റാകാൻ വേണ്ടി നമ്മൾ ടൈം എടുക്കും. അതിന് നമ്മൾ അറ്റംപ്റ്റിംഗ് സ്ട്രാറ്റജീസ് കറക്റ്റാക്കിയാൽ മാത്രമേ സ്പീഡ് നമുക്ക് കറക്റ്റ് ആവത്തുള്ളൂ ആ ടൈമിനകത്ത്. ഇപ്പോൾ നമുക്ക് ലെങ്തി ആയിട്ടുള്ള മെത്തേഡ്, ഇപ്പം ഒരുപാട് ഷോർട്ട് കട്ട്സും ഉണ്ട് പല കാര്യങ്ങൾക്കും, പല ക്വസ്റ്റ്യൻസ്. നമ്മളതിലേക്ക് പോവുക, എന്തൊക്കെയാണ് ഷോർട്ട് കട്ട്സ് എന്നുള്ളത്. ഇപ്പം ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ടൈം കൂടുതൽ എടുക്കുന്നുണ്ട്, മോക്ക് എടുത്ത് കഴിയുമ്പോൾ നമുക്കറിയാം. പല പ്ലാറ്റ്ഫോംസ് ഇത് കാണിക്കുന്നുണ്ട്, ആവറേജ് ടൈം എത്രയാണ്, നമ്മളെടുത്ത ടൈം എത്രയാണ്. നമ്മുടെ ടൈം കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസ് എടുത്ത് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ യൂട്യൂബിൽ ഇട്ട് നോക്കാൻ നമുക്കറിയാൻ പറ്റും എന്തൊക്കെയാണ് അതിൻ്റെ എളുപ്പമുള്ള പല ഷോർട്ട് കട്ട്സും ഉണ്ടാവും. അപ്പോൾ നമ്മൾ പഠിച്ചെടുക്കുക. അത് വെച്ച് നമുക്ക് ടൈം കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ആദ്യം ആക്യുറസി, രണ്ടാമതാണ് ഈ ഒരു സ്പീഡിൻ്റെ കാര്യം നമ്മൾ നോക്കേണ്ടത്. പല എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണ് SSC ആയിരുന്നാലും ബാങ്കിങ് ആയിരുന്നാലും അങ്ങനെയുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്നത്. ചിലപ്പോൾ അവരുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് അവരെ ഹെൽപ്പ് ചെയ്യണം എന്ന് ഉണ്ടാവില്ല. അജിത്ത് ഏത് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടാണ്? അജിത്തിനെ എന്തോരം ഹെൽപ്പ് ചെയ്തു അജിത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്? ഞാൻ ഡിഗ്രിക്ക് എടുത്തത് BSc ഫിസിക്സ് ആയിരുന്നു. 2021 പാസ് ഔട്ട്. അപ്പം അതിനകത്ത് നമുക്ക് മാത്സ് പഠിക്കാനുണ്ട്. അപ്പം മാത്സ് കാര്യമായിട്ടുണ്ട്. പിന്നെ നേരത്തെ മൂലം മാത്സ് കുറച്ച് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പം ഈ കുറച്ചിങ്ങനെ അധികം കാണാപ്പാടം പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഓർത്തിരിക്കാൻ കുറച്ച് പാടാണ്. അപ്പം അതുകൊണ്ട് ഈ മാത്സിനാകുമ്പോൾ അധികം പഠിക്കണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറച്ച് കാര്യങ്ങളും ആ ഒരു രീതി എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് മിനിമലായിട്ട് പഠിച്ച് കൂടുതൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പഠിച്ചു വെച്ചാൽ മതി. അതുകൊണ്ടാണ് മാത്സ് കുറച്ച് പ്രശ്നമില്ലാതെ പോകുന്നത്.
പിന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്കാണ് ഇവിടെ പറ്റുള്ളൂ എന്നൊന്നുമില്ല. കാരണം നമ്മളിവിടെ വന്നു കഴിയുമ്പം ഉപയോഗിക്കുന്നത് അന്ന് പഠിച്ച രീതിയോ കാര്യങ്ങളോ ഒന്നുമല്ല. ആ ഒരു താല്പര്യം നമുക്കിവിടെ ഉപകരിക്കും. പക്ഷെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ആ ഒരു മെത്തഡോളജിയൊക്കെ എൻ്റയർലി ഡിഫറെൻറ്റാണ്. കാരണം നമ്മൾ ആ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുന്നതും ആ സിലബസിന് നമ്മൾ പഠിക്കുന്നതും എല്ലാം വേറെ രീതിയിൽ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് പഠിച്ചു വന്ന ആ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള രീതിയൊന്നുമല്ല മാത്സ് ഇവിടെ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടൈമിനകത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇവിടെ വരുമ്പം ഇതിന് വേണ്ടിയിട്ട് എന്താണോ ആവശ്യം ആ രീതിയിലേക്ക് നമ്മൾ ആ ഒരു പഠനത്തിൻ്റെ ആ രീതിയെ മാറ്റുന്നുണ്ട്. അപ്പം നമ്മളിവിടെ വന്ന് ഇപ്പം വളരെ ബേസിക്കായുള്ള സാധനം ആയാൽ പോലും നമ്മൾ കൂടുതൽ ഇവിടെ വന്ന് ഇതിന് വേണ്ടി തന്നെ പഠിക്കും. നമുക്ക് ഈ പരീക്ഷ ഇങ്ങനെ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്താലേ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ടൈമിനകത്ത് നമുക്കത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്താൽ നമുക്ക് മിനിമൽ ടൈമിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ ടൈപ്പിനും നമുക്കതനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പം ഇത് നമുക്ക് കുറച്ച് ടൈം എടുക്കും. പക്ഷേ ആ ഒരു പ്രോസസ്സിൽ നമ്മൾ വിശ്വസിക്കുക. നമുക്ക് വേറൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നുകൊണ്ട് എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരുപാട് പേര് ഇതിന് മുന്നേ എക്സാംസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. കാരണം മാത്സ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അത് താല്പര്യം ഉണ്ടാവുക. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ബേസിക്കായുള്ള സാധനം തൊട്ട് നമ്മൾ പഠിച്ചു വരുന്നത്. ഇതിപ്പോൾ നമ്മളിപ്പം ഡിഗ്രിക്കോ അല്ലെങ്കിൽ PGക്കോ മാത്സ് എടുത്ത് വന്നാലും നമ്മളിവിടെ വന്ന് ഇതിൻ്റെ രീതിക്ക് നമ്മൾ പഠിക്കണം. ഈ എക്സാം ഡിമാൻഡ് ചെയ്യുന്നത് എന്താണോ അത് നമ്മൾ ഈ രീതിയിൽ നമ്മൾ ആ ഒരു രീതിയിലേക്ക് നമ്മളിതെല്ലാം അലൈൻ ചെയ്യേണ്ടതുണ്ട്, നമുക്കുള്ള കാര്യങ്ങളും എല്ലാം. അപ്പം ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ വളരെ വളരെ കുറച്ചൊരു ശതമാനം മാത്രമാണ് ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഏതൊരാൾക്കും നമുക്ക് വേണം എന്നുള്ളൊരു ഇത് വെച്ച് ഡെഡിക്കേറ്റഡായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അജിത്തിന് ഇപ്പം മാത്സിനോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു സ്ട്രോങ്ങർ സൈഡായിരിക്കും. അങ്ങനെയെങ്കിൽ അജിത്തിൻ്റെ വീക്കർ സൈഡ് എന്തായിരുന്നു? വീക്കർ സൈഡ് എങ്ങനെയാണ് സ്ട്രോങ് ആക്കിയത്? ഈ സ്ട്രോങ്ങർ സൈഡിനെ തന്നെ കുറച്ചുകൂടെ പോളിഷ് ചെയ്ത് എങ്ങനെയാണ് അതിനെ മെച്ചപ്പെടുത്തിയത് എന്നൊക്കെ പറയാം. ഇപ്പം മാത്സ് സ്ട്രോങ് ആണെന്ന് പറഞ്ഞാൽ അവിടെ സ്ട്രോങ് ആയിട്ട് നമ്മൾ ഇവിടെ ഒന്ന് ചെയ്യുമ്പം ആ ഒരു ഇത് കിട്ടത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെയ്യുമ്പോൾ മോക്കിനൊക്കെ ആദ്യമൊക്കെ 2 അക്കം കാണാൻ വേണ്ടി ബുദ്ധിമുട്ടിന് ആദ്യം പറഞ്ഞു. പിന്നെയാണ് 10 മാർക്ക് കിട്ടുന്നത്. 50-ലാണത്. പിന്നെ 10 മാർക്ക് 12ആയി 14ആയി. അത് ഒരുപാട് സമയമെടുക്കും. ഈ സമയത്തൊക്കെ നമുക്ക് തോന്നും നിർത്തിപ്പോയാലോ, ഇത് നടക്കുമോ? കാരണം ഒരുപാട് എഫേർട്ട് ഇട്ട് നമ്മൾ ക്ലാസ്സുകൾ കണ്ട് പഠിക്കുന്നുണ്ട്. ഇത് കണ്ട് പഠിക്കുന്നു, മെത്തേഡ് പുതിയതായിട്ട് കാര്യങ്ങൾ പഠിക്കുന്നു, പക്ഷേ മോക്ക് എടുക്കുമ്പോൾ മാർക്കില്ല. ഈ ഒരു പ്രശ്നമുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു പ്രോസസ്സിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇതിന് മുന്നേ പോയിട്ടുള്ള ആൾക്കാർ തന്നേക്കുന്ന ഒരു ഗൈഡൻസ്. അപ്പം നമുക്കൊരു 1 മാസം 2 മാസമൊക്കെ എടുത്തിട്ട് നമ്മളൊരു ആവറേജ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ മാത്സിൻ്റെ കാര്യത്തിലായാലും വേറെ ഏത് സബ്ജക്റ്റ് ആയാലും ഈ ഒരു ടൈം എടുത്ത് ഇമ്പ്രൂവ്മെൻറ്റ് കാണും. നമ്മൾക്ക് ആദ്യം ഒരു പ്രോസസ്സിൽ നമ്മൾ വിശ്വസിക്കുക, നമ്മളൊരു ഹോണസ്റ്റ് ആയിരിക്കുക നമ്മളോട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളിപ്പം ഇതിപ്പോൾ ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതെടുത്ത് മാർക്ക് കിട്ടുന്നു എന്നല്ല. ഇപ്പം ചില ആൾക്കാരൊക്കെ മോക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്കിരുന്ന് നമ്മൾ പോസ് ചെയ്തിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പോസ് ചെയ്ത് വെച്ചിട്ട് ആൻസർ ചെയ്തെടുക്കും. എന്നിട്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ല അദ്ദേഹം പറഞ്ഞു. കാരണം നമുക്കൊരു ബോധ്യം ഉണ്ടായാൽ മതി എന്താ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് പിന്നെ വീക്കറായുള്ള സൈഡ് എന്ന് പറയുമ്പോൾ എനിക്ക് വീക്കർ GK ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല, കുറച്ചിങ്ങനെ കാണാപ്പടം പഠിച്ച് ഓർത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം വീക്കറായിട്ട് വരുന്ന എപ്പോഴും GK ആയിരിക്കും. അപ്പം GK വരുമ്പം നമുക്ക് ഈ ഒരു 10th കഴിഞ്ഞ ശേഷം GK ഒന്നും അധികം പഠിച്ചിട്ടില്ല. അപ്പോൾ ഹിസ്റ്ററി, പൊളിറ്റി, എക്കണോമിക്സ് ഈ സബ്ജക്റ്റിനെ കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമില്ല ആദ്യം പറഞ്ഞു. എന്തൊക്കെയോ അറിയാം, എന്നാലുപരി സ്ട്രക്ചറായിട്ട് നമുക്കറിയില്ല. അപ്പം GK ഇവിടെ വന്ന് തന്നെയാണ് കാര്യമായിട്ട് നോക്കുന്നത്. അങ്ങനെ നമുക്ക് പല ബുക്കുകൾ റെഫർ ചെയ്യാം. ഇപ്പോൾ NCERT ബേസ് ചെയ്തിട്ടുള്ള കമ്പൈലേഷൻസ് ഒക്കെ ഉണ്ട് ബുക്കുകളൊക്കെ. അത് വെച്ച് തന്നെയാണ് നോക്കിയിട്ടുള്ളതും കൂടുതൽ. പിന്നെ ഇംഗ്ലീഷിൻ്റെ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ഇംഗ്ലീഷിനും നമുക്കൊരു ബേസിക് ഐഡിയ, ഗ്രാമറൊക്കെ നമുക്ക് ഏകദേശം കുറച്ചൊക്കെ അറിയാം, എന്നതിലുപരി കാര്യമായിട്ടൊരു സ്ട്രക്ചറായിട്ട് നമുക്കറിയത്തില്ല. അപ്പം അത് നമുക്കൊരു ബേസ് ഉണ്ടാക്കിയെടുക്കണം. എക്സാമിന് ചോദിക്കുന്ന കുറച്ച് മേഖലകളുണ്ട്. SSC സ്ഥിരമായിട്ട് ഫോക്കസ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ടൈപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ കൂടുതൽ മോക്ക് എടുക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് മനസ്സിലാവും. ഗ്രാമർ നമ്മൾ ബുക്ക് വെച്ച് തന്നെ പഠിക്കുക. അതിന് അത്യാവശ്യം പിന്നക്കളൊക്കെ പോലത്തെ ബുക്കുകളുണ്ട്. അപ്പം നമ്മളത് യൂസ് ചെയ്യുക. പിന്നെ GKയുടെ കാര്യം പറഞ്ഞല്ലോ, ഒരുപാട് ഏരിയാസ് ഉണ്ട്. അപ്പം അതിനകത്ത് ആദ്യം ഒരു പ്രശ്നം GKയിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ GKക്ക് പഠിക്കും, ഓർമ്മ നിൽക്കില്ല എന്നുള്ളതാണ് പ്രശ്നം. കാരണം പെട്ടെന്ന് മറന്നു പോകും. ഇപ്പോൾ പൊളിറ്റി ഒരു 2 ആഴ്ച കൊണ്ടോ 3 ആഴ്ച കൊണ്ടോ നമ്മൾ മാക്സിമം ഇരുന്ന് ഒറ്റ സ്ട്രെച്ചിനങ്ങ് വായിച്ച് അത് മാത്രം നോക്കി അങ്ങ് തീർക്കും. എന്നിട്ട് പിന്നെ ഒന്ന് ആദ്യത്തെ ദിവസം പഠിച്ച് നോക്കുമ്പോൾ കിട്ടത്തില്ല, പക്ഷേ മറന്നു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കി കാണുമ്പോൾ നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായി. പിന്നീടാണ് GK എങ്ങനെ പഠിക്കണം എന്നുള്ള സ്ട്രാറ്റജീസ് നമ്മൾ തപ്പി പോയി യൂട്യൂബിൽ. അപ്പോൾ നമുക്ക് കിട്ടും.
പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ മെൻറ്ററായിരുന്ന ഇതു സാറുണ്ട്. സാറൊരു ബുക്ക് ഞങ്ങൾക്ക് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് അത് NCERT ബേസ് ചെയ്തൊരു കമ്പൈലേഷനാണ്. അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടി ഇങ്ങനെ കാണാപ്പടം പഠിക്കാൻ ഇപ്പോൾ ലൂസൻ്റാണ് മിക്കവരും പറയുന്നത്. പക്ഷേ ലൂസൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുള്ള പ്രശ്നം പേഴ്സണലിയാണ്, എനിക്കിങ്ങനെ പോയിൻ്റ് വൈസ് കാണാപ്പടം പഠിച്ചിരിക്കൽ പാടാം. അപ്പം കുറച്ചുകൂടി ഇങ്ങനെ വായിച്ച് കഥ പോലെയൊക്കെ മനസ്സിലാക്കാൻ കുറച്ചുകൂടി ഓർത്തിരിക്കും. അപ്പം ഈ NCERT ബേസ് ചെയ്ത ബുക്കുകളാകുമ്പോൾ കുറച്ചുകൂടി അങ്ങനെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നൊക്കെ പറഞ്ഞാണ് കാര്യങ്ങൾ പറയുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഹിസ്റ്ററിയൊക്കെ അതിൽ ഓർത്തിരിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ക്യുമുലേറ്റീവായിട്ട് പോകേണ്ട ഒരു ആവശ്യകത പിന്നീട് മനസ്സിലായി. നമ്മൾ 1-2 പ്രാവശ്യമൊക്കെ അത് വായിച്ച് ഓർമ്മ നിൽക്കുന്നില്ല എന്ന് കഴിഞ്ഞപ്പം നമുക്ക് പിന്നീട് സ്ട്രാറ്റജി വീഡിയോസ് നമ്മൾ കാണേണ്ടി വന്നു. അപ്പോൾ നമുക്ക് എല്ലാവരും പറയുന്ന കാര്യം കീ എന്ന് പറയുന്ന റിവിഷനാണ്. സോ ആ ഒരു റിവിഷൻ നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുമോ അത്രത്തോളം നമ്മൾ ഇൻഫർമേഷനും കാര്യങ്ങളും നമ്മൾ റീറ്റെയിൻ ചെയ്യും. കാരണം റീറ്റെയിൻ ചെയ്യാൻ നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ പഠിച്ച് ഇത്ര നമ്മൾ ഇട്ട ആ ടൈം അത്രയും നമുക്ക് വേസ്റ്റാണ്. അപ്പോൾ റീകോൾ ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അതിന് റിവിഷനാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കീ ആയിട്ട് വരുന്നത്. പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരാളായാലും കൂടുതൽ ഇൻഫർമേഷൻ ഇപ്പം GK ഒരുപാടുണ്ട്. ഒരു ബൗണ്ട് ചെയ്ത് നമുക്ക് നിർത്താൻ പറ്റില്ല ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട്. അപ്പം GK ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സൊക്കെ വരുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വരും, ചിലപ്പോൾ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ മറ്റേലായാൽ പോലും നോർമലിയുള്ള GK പോലും കറണ്ട് അഫയേഴ്സിനെ മാറ്റി നിർത്തിയുള്ള GK ആയാൽ പോലും നമുക്ക് ഒരുപാടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയാണെന്ന് പറഞ്ഞ് റെസ്ട്രിക്റ്റ് ചെയ്ത് നിർത്താൻ പറ്റില്ല. ക്വസ്റ്റ്യൻ എങ്ങനെ വേണം ഡെപ്തിന് ചോദിക്കാം. അപ്പോൾ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതാണ് പ്രിപ്പയർ ചെയ്യുന്ന അത്രയും വൃത്തിക്ക് നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് നമുക്ക് അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്കിപ്പായി പോകരുത് എന്നുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ GK എൻ്റെ വീക്കർ അതായിരുന്നു. അത് പിന്നെ അതിനകത്ത് ഇമ്പ്രൂവ്മെൻറ്റ് വന്നത് ഇങ്ങനെയാണ്. എന്ന് വെച്ചാൽ റിവിഷൻ ചെയ്ത് തന്നെയാണ് റീറ്റെയിൻ ചെയ്യുന്നത്. മാക്സിമം ഇൻഫർമേഷൻ നമ്മളവിടെ റീറ്റെയിൻ ചെയ്യപ്പെടും. അത് തന്നെയാണ് GK വേണ്ടിയിട്ട് വീക്കറായുള്ള സെക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. മാത്സിൻ്റെ ടൈമിൻ്റെ ഇഷ്യൂ വന്നപ്പോഴും നമ്മൾ യൂസ് ചെയ്തത് ഇത് തന്നെയാണ്. കൂടുതൽ മോക്ക് എടുക്കുക, പഠിക്കുന്ന സബ്ജക്റ്റ് മാക്സിമം പഠിക്കുക, മാക്സിമം ടോപ്പിക്ക് കവർ ചെയ്യുക, മോക്ക് എടുക്കുക, മോക്ക് എടുത്ത് റെഡിയാക്കുക. ഇത് തന്നെയാണ് ചെയ്യുന്നത്. 2021 അജിത്ത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പല പ്രാവശ്യവും CGL എഴുതിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ ഒരു റിസൾട്ട് വരണം എന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത്, വിചാരിച്ച റിസൾട്ട് കിട്ടാതെ വന്ന സമയത്ത് ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ കുട്ടികളാണെങ്കിലും അവർ 1-2 പ്രിലിംസ് ഒക്കെ എഴുതിയിട്ട് അല്ലെങ്കിൽ മെയിൻസിലോട്ടൊക്കെ എത്തിയിട്ട് അത് പറ്റുന്നില്ല, കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടികളോട്, ഡീമോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്ന കുട്ടികളോട് എന്താണ് പറയുന്നത്? ഡീമോട്ടിവേറ്റഡ് ആവുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭാഗമാണെന്ന് പറയാൻ പറ്റൂ. കാരണം നമ്മൾ സക്സസ് മാത്രം വിചാരിച്ച് ഇങ്ങോട്ട് വരരുത് ആദ്യം. കാരണം ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടാവും. നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ഇപ്പോൾ ഒരു ആദ്യമൊക്കെ വന്ന് ഇപ്പോൾ അത്യാവശ്യം സിലബസൊക്കെ ഒന്ന് കവർ ചെയ്തിട്ടൊരു മോക്ക് എടുത്ത് കഴിയുമ്പം നമുക്ക് മനസ്സിലാവും നമ്മളെവിടെ നിൽക്കുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ തന്നെ നമുക്ക് തോന്നും നിർത്തിപ്പോയാലോ. എനിക്ക് ഒരുപാട് പ്രാവശ്യം തോന്നിയിട്ടുള്ളതാണ് ഇത് നിർത്തിയാലോ ഈ പരിപാടി, വേറെ എന്തെങ്കിലും ചെയ്താലും. കാരണം പരീക്ഷ എഴുതുന്നു, കിട്ടുന്നില്ല, ജസ്റ്റ് ഒരു മാർക്കിന് ജസ്റ്റ് അടുത്ത് വന്ന് കട്ട് ഓഫ് നമ്മൾ മിസ്സാവും. കുറേ നാൾ അങ്ങനെയായിരുന്നു. പിന്നെ പ്രിലിംസിന് കട്ട് ഓഫ് കയറും, മെയിൻസിന് കിട്ടത്തില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്, ഈ ജേണിയുടെ ഭാഗമാണ് ഇതെല്ലാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയിലിയേഴ്സും ഉണ്ടാവും. നമ്മൾ ഈ മോക്ക് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് മാർക്ക് കിട്ടുന്നു എന്നതിലുപരി ഒരു ഫെയിലിയറിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നന്നായിട്ട് പഠിക്കും. കാരണം ചില മോക്ക് എടുക്കുമ്പോൾ നമുക്ക് അത്രയും ബുദ്ധിമുട്ട് തോന്നും. ചിലപ്പോൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യത്തിൽ നമുക്ക് മാർക്കിലേക്ക് എത്തിക്കാൻ പറ്റില്ല. ഇപ്പോൾ എക്സാം എഴുതുമ്പോൾ ചിലപ്പം ആദ്യമൊക്കെ പോകുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിന് അത് തീരത്തില്ല, നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ ഇതിൻ്റെ ആൻസർ കീ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പം ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് നമ്മുടെ എന്തെങ്കിലും സില്ലി മിസ്റ്റേക്ക് കൊണ്ട് തെറ്റിപ്പോയിട്ടുണ്ടാവും. പിന്നെ ചിലത് നമുക്ക് അറിയാവുന്നതായിരിക്കും, ചിലപ്പോൾ ഓപ്ഷൻ മാറിപ്പോയിട്ടുണ്ടാവും. പിന്നെ സമയത്തിൻ്റെ പ്രശ്നം, ഇതൊക്കെ തുടങ്ങി നമുക്ക് ആൻസർ കീ കാണുമ്പോൾ നമുക്ക് തോന്നും ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമുക്ക് ക്ലിയർ ആവാനുള്ളൊരു ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട്, നമുക്കതിനുള്ള ഒരു അറിവുണ്ടായിരുന്നു, പക്ഷേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് തോന്നും. അങ്ങനെയൊക്കെയുള്ള സമയം നല്ല രീതിയിൽ നമുക്ക് ഒരു ഡീമോട്ടിവേറ്റഡ് ആവുന്നൊരു പ്രശ്നം കാണിക്കും. അത് എല്ലാവർക്കും ഉണ്ടാവും. ഇതിൽ വന്നിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു പ്രശ്നം, ഈ ഒരു ഘട്ടത്തിൽ കൂടി നമ്മളെല്ലാവരും കടന്നു പോകും. അപ്പം ഫെയിലിയേഴ്സ് എന്തായാലും ഉണ്ടാവും. നമ്മൾ കുറച്ചാകുമ്പോൾ നമുക്കിതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം, ഇപ്പം എങ്ങനെ അതിനെ മറികടക്കണം, എങ്ങനെ അതിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു രീതിയായിട്ട് തന്നെ കണ്ടുവച്ചാൽ മതി. മാർക്ക് കുറയുന്നു, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുന്നില്ല. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോക്ക് അനലൈസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മോക്ക് എടുത്തു, നമ്മൾ മാർക്ക് കണ്ടു, ഓക്കെ ഇത്രയേ ഉള്ളൂ, പോകുന്നു, അങ്ങനെയല്ല. മോക്ക് കൃത്യമായിട്ട് വെച്ച് അനലൈസ് ചെയ്യണം. നമ്മളൊരു 1 മണിക്കൂർ ഒരു മോക്കിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും നമുക്ക്
അനലൈസ് ചെയ്യാൻ ആവശ്യം വരും. ആദ്യമൊക്കെ അത് അതിൽ കൂടുതൽ പോകും. നമുക്ക് പിന്നീട് പ്രിപ്പറേഷൻ നല്ല രീതിക്ക് പോകുന്നതിനനുസരിച്ച് നമുക്ക് ഈ സമയം കുറഞ്ഞു വരും ഈ അനാലിസിസ് ചെയ്യുന്നത്. കാരണം നോക്കേണ്ട ക്വസ്റ്റ്യൻസ് കുറഞ്ഞു വരും. അപ്പം ആദ്യമൊക്കെ നമുക്ക് നോക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് നമുക്ക് വീക്കറായിട്ടുള്ള സംഭവം, നമ്മുടെ വീക്കർ ടോപ്പിക് ഏതാണ്, എവിടെ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടി നല്ല രീതിക്ക് നമുക്ക് അനലൈസ് ചെയ്താൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഈ മോക്ക് അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പം ഈ ഫെയിലർ വരുമ്പം നമുക്കൊരു വിഷമം ഉണ്ടാവും. അപ്പം അതങ്ങനെ ഒരു ഇമോഷണലി ഉണ്ടാവും എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതങ്ങനെ നിൽക്കരുത്. 1-2 ദിവസം കഴിയുക, ഒരു എക്സാം കിട്ടിയില്ല, നമ്മൾ തിരിച്ച് ആ ഒരു പ്രിപ്പറേഷൻ ആ ഒരു ട്രാക്കിലേക്ക് തിരിച്ചു വരിക. സോ നമുക്കൊരു ലോങ്ങർ കുറച്ചൊരു പെട്ടെന്ന് നമുക്കൊരു എഫേർട്ട് ഇട്ട് തിരിച്ച് റിസൾട്ട് കിട്ടുന്നൊരു സംഭവമല്ല. നമ്മൾ ചെയ്യുന്ന കാര്യം സിൻസിയറായിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിനകത്ത് റിസൾട്ട് വന്നോളും. അപ്പം അതിൽ നിന്ന് എന്തൊക്കെയാണോ മിസ്റ്റേക്സ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരുന്നത്, ഓരോ മോക്ക് കഴിയുമ്പോഴും ഓരോ എക്സാം കഴിയുമ്പോൾ നമ്മൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുക. എന്തൊക്കെയാണ് നമ്മളുടെ മിസ്റ്റേക്സ് നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുക. മോക്കിനെ നമ്മുടെ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന്, നമ്മുടെ വീക്ക് ഏരിയാസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരമായിട്ട് കണ്ടാൽ മതി. അത് നമുക്ക് കറക്റ്റായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്ത് തരും മോക്ക് ചെയ്യുന്നത്. അത് അനലൈസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻസ് അതിൻ്റെ അനാലിസിസിന് കൊടുക്കണം. പിന്നെ ഡീമോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്ന കുട്ടികളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭാഗമാണിത്. നമ്മൾ ജീവിതത്തിലായാലും മുന്നോട്ട് പോകുമ്പം നമുക്ക് പരാജയങ്ങളും തിരിച്ചടിയൊക്കെ ഉണ്ടാവും. നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും പോകണമെന്നില്ല. ചിലപ്പം ഞാൻ വരുമ്പം ഉദ്ദേശിച്ചിട്ടുണ്ടാകും ഇപ്പം 1 വർഷം കൊണ്ട് ഇപ്പം പ്രിപ്പറേഷൻ തീർത്ത് 6 മാസത്തിൽ തീർത്ത് 6 മാസത്തിൽ മോക്കെടുത്ത് 1 വർഷം കൊണ്ട് SSCGL ക്രാക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് വന്നിട്ട് പറ്റിയില്ലെങ്കിൽ നമുക്ക് പിന്നെ എന്തെന്നൊരു ചോദ്യം അങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ നമുക്ക് നിർത്തണോ വേണ്ടോ എന്നൊക്കെ ഡൗട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോഴായാൽ പോലും ഈ റിസൾട്ട് വന്നപ്പോൾ പോലും ഒരുപാട് പേർക്ക്, നമ്മുടെ ഫ്രണ്ട്സായിട്ടുള്ള ആൾക്കാർക്ക് ചെറിയ മാർക്കുകൾക്കൊക്കെ പോയ പ്രശ്നങ്ങളുണ്ട്. വളരെ ചെറിയ മാർജിനിൽ കട്ട് ഓഫ് മിസ്സായ ആൾക്കാരുണ്ട്. അതുപോലെ കമ്പ്യൂട്ടർ ഈ പ്രാവശ്യം കുറച്ചൊരു നോർമലി കണ്ടുവരുന്ന രീതിയിൽ നിന്ന് കുറച്ചൊന്ന് ഒരു ഡിഫിക്കൽട്ടായ ലെവലിലേക്കാണ് ചോദിച്ച്. അപ്പം അതിനകത്ത് കമ്പ്യൂട്ടർ ക്ലിയർ ആവാത്ത, വളരെ ഉയർന്ന മാർക്കുണ്ടായിട്ട് പോലും കമ്പ്യൂട്ടർ ക്ലിയർ ആവാതെ പോയ ആൾക്കാരുണ്ട്. അവരൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അവർക്ക് എന്തായാലും തീർച്ചയായിട്ടും ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ നമ്മൾ ഇത്ര എഫേർട്ട് ഇട്ടതാണ്. നമ്മളൊരു സമയവും എഫേർട്ടും എല്ലാ കാര്യങ്ങളും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളതിനകത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നമുക്കൊരു വിഷമം ഉണ്ടാവും. പക്ഷേ 2 ദിവസം നിൽക്കുക, 1-2 ദിവസമൊക്കെ ബ്രേക്ക് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഇൻറ്റൻസിറ്റി വഴി കുറഞ്ഞു വരും. എന്നിട്ട് പിന്നെ പ്രിപ്പയർ ചെയ്യുക. പിന്നെ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും റിസൾട്ട് എന്തായാലും ഉണ്ടാവും. നമ്മൾ ഓരോരുത്തർക്കും എടുക്കുന്ന സമയം വ്യത്യസ്തമായിരിക്കും. കാരണം ഓരോരുത്തർക്കും വീക്കറും സ്ട്രോങ്ങറും ആയിട്ടുള്ള ഏരിയാസ് വ്യത്യാസമുണ്ട്. അപ്പം ചില സമയത്ത് ചിലപ്പം ഭാഗ്യത്തിൻ്റെ ഒരു എലമെൻ്റ് കൂടി ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം അതിൻ്റെ ഇതുകൊണ്ടും ചിലപ്പോൾ പോവാം. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയിട്ട് എക്സാം നല്ല രീതിയിൽ എഴുതാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ടാവും. നമ്മൾ നിർത്തിപ്പോകാതിരിക്കുക. പെട്ടെന്ന് വന്നിട്ട് ഒരു എക്സാം ഇത്തിരി പ്രശ്നമായി കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിർത്തിപ്പോകാതിരിക്കുക. മുന്നോട്ടേക്ക് കണ്ടിന്യൂ ചെയ്യുക. എന്തായാലും നമ്മൾ സിൻസിയറായിട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അതിൻ്റെ റിസൾട്ട് എന്തായാലും ഉണ്ടാവും. ആ ഒരു വിശ്വാസത്തിൽ, ആ ഒരു പ്രോസസ്സിൽ നമ്മൾ വിശ്വസിക്കുക. മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഒരുപാട് ഹാർഡ് വർക്കിന് ശേഷം ഫൈനലി SSCGL ക്രാക്ക് ചെയ്തിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു റിസൾട്ട് അറിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ആ ഫീലിംഗ്? എങ്ങനെയായിരുന്നു? ആരോട് ആദ്യം പറഞ്ഞു? ഫാമിലിയുടെ ഒരു റെസ്പോൺസ് എന്തായിരുന്നു? റിസൾട്ട് നോക്കുന്ന സമയത്ത് ഇപ്പം ആൻസർ കീ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു ധാരണ ഉണ്ടാവും ഏകദേശം എന്തായിരിക്കും എന്നുള്ളത്. പിന്നെ ഈ പ്രാവശ്യവും ഓഫീസ് സൂപ്രണ്ട് എന്ന് പറഞ്ഞ പോസ്റ്റിന് ഒരുപാട് വേക്കൻസി ഉണ്ടായിരുന്നു. അപ്പം കേരള പോസ്റ്റിംഗ് കിട്ടാൻ പ്രിഫർ ചെയ്ത് വെച്ചിരുന്നത് അത് തന്നെയായിരുന്നു. പ്രിഫറൻസ് കൊടുത്തതും ഫസ്റ്റ് ഓപ്ഷൻ അതാണ് കൊടുത്തിരുന്നത്. അപ്പം റിസൾട്ട് പിന്നെ കുറച്ച് ഡിലേ ആയിട്ട് ഈ പ്രാവശ്യം വന്നത്. കഴിഞ്ഞ വർഷത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ആ സമയത്ത് കൂടുതലെടുത്തു. എന്തേ വരാത്തേന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അത് വന്നു കഴിഞ്ഞപ്പം ഇവിടെ ലാബ് ബുക്ക് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് റിസൾട്ട് വരുന്നത്. അപ്പം ഫ്രണ്ട്സാണ് പറഞ്ഞത് റിസൾട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ലാബിൽ നിന്ന് തന്നെ നോക്കിയത്. ആ സമയത്ത് നോക്കിയപ്പം ഓക്കെ, ലിസ്റ്റിൽ പേരുണ്ട്, ഹാപ്പിനെസ്സാണ്. അതാണ് പറയാനുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സന്തോഷം, പ്രത്യേക നമുക്കൊരു ഇത്ര നാളിട്ട എഫേർട്ടിൽ നമുക്കൊരു ആ റിസൾട്ടിൽ ആ PDF പേര് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേകമായിട്ടുള്ളൊരു സന്തോഷം നമുക്ക് തോന്നും. സത്യം പറഞ്ഞു നമുക്ക് പറഞ്ഞറിയിക്കാനാവില്ല സംഭവം. കാരണം അതൊരു എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമ്മളീ പുറമെ ഒത്തിരി ഇങ്ങനെ ചിരിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യുന്നു എന്നതിലുപരി നമുക്ക് ഉള്ളിൻ്റെ ഒരു ചെറിയൊരു ഹാപ്പിനെസ് നമുക്ക് തോന്നും. പിന്നെ പുറത്തിറങ്ങിയിട്ട് ഫ്രണ്ട്സാണ് ആദ്യം നിൽക്കുന്നത്. അവരോട് ഞാൻ ആദ്യം പറയുന്നത് ഇന്ന പോസ്റ്റാണ് കിട്ടിയേക്കുന്നത്. അപ്പം അവരെല്ലാം ഹാപ്പിയാണ്. പിന്നെ വീട്ടിൽ വിളിച്ച് പറഞ്ഞപ്പോഴും അവരും ഹാപ്പിയാണ്. അപ്പം എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. കാരണം നമ്മളൊപ്പം അത്ര നിന്ന് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്.
ഈ ഫ്രണ്ട്സ് എന്നൊക്കെ പറയാൻ നമുക്ക് എടുത്ത് പറയണം. ഫ്രണ്ട്സും ഫാമിലിയൊക്കെ നമുക്ക് ഈ സപ്പോർട്ട് തരുന്നില്ലെങ്കിൽ നമുക്കിത് എത്താൻ പറ്റത്തില്ല. കാരണം നമ്മൾ രാവിലെ വരുന്നു, തിരിച്ച് രാത്രിയാണ് പോകുന്നത്. നമ്മൾ വേറെ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഫാമിലി വരുമ്പോൾ പോലും നമ്മളൊന്നും ആ വഴിക്ക് പോകാറില്ല സത്യം പറഞ്ഞു. കാരണം ഒന്ന് നമുക്ക് ചോദ്യത്തെ പേടിയാണ്. കാരണം ഇത്ര നാളായില്ലേ, ജോലിയൊന്നും ഇല്ലേ എന്നുള്ളൊരു ചോദ്യം എല്ലായിടത്തും വരും. അത് പ്രിപ്പയർ ചെയ്യുന്ന മിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പം അതൊരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയിലുള്ള ആൾക്കാർക്ക് അവർക്കും നമ്മൾ നിൽക്കുമ്പോൾ ഇത് അവരോടും കൂടിയാണ് ഈ ചോദ്യം. ഇപ്പം ഇത്ര നാളായി എന്തുകൊണ്ട് ജോലി ആവുന്നില്ല എന്നൊരു പ്രശ്നം വരും. ഈ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഇതിനെല്ലാം കൂടി ഒറ്റ മറുപടിയാണ്. പിന്നെ നമ്മളോട് ഓരോരുത്തരോടും നമുക്ക് ഇതിൻ്റെ ഇത് കൊണ്ടുപോയി അല്ലെങ്കിൽ ടൈം കൂടുതൽ എടുക്കുന്നുണ്ട്, ഇന്ന എക്സാം ജസ്റ്റ് മാർക്കിന് മിസ്സായി, ഈ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ റിസൾട്ട് ഉണ്ടെങ്കിൽ പിന്നെ ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് അങ്ങ് ഒഴിവായി. പിന്നെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സിനാണ് സത്യം പറഞ്ഞാൽ എന്നേക്കാൾ കൂടുതൽ സത്യം പറഞ്ഞാൽ കിട്ടണം എന്നുള്ള ആഗ്രഹം. കാരണം അത്ര സപ്പോർട്ടീവായിരുന്നു അവരെല്ലാവരും. കാരണം ആ ഒരു ഫ്രണ്ട് സർക്കിൾ തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രിപ്പറേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് വളരെ കണ്ട് നമുക്കൊരു ഈ ഒരു എക്സാമൊക്കെ നമുക്കൊരു ഡീമോട്ടിവേറ്റഡ് ആവുന്ന സമയത്ത് നമ്മൾ പിടിച്ചു നിർത്തുന്നതും നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നതും അവർ വളരെ കണ്ട് അവരുടെ ആ ഒരു നമ്മളോടുള്ള സമീപനവും കാര്യങ്ങളൊക്കെ വളരെ കണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ജേണിയിൽ അത്ര കണ്ട് അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. നമുക്ക് ആ ഒരു ഫ്രണ്ട് സർക്കിൾ വളരെ കണ്ട് ഇമ്പോർട്ടൻസ് സപ്പോർട്ടും തന്നിട്ടുണ്ട് സത്യം പറഞ്ഞു. അജിത്ത് ക്രാക്ക് ചെയ്ത പോസ്റ്റിനെ പറ്റി പറയാമോ? അജിത്തിൻ്റെ ഡ്രീം ജോബ് തന്നെയാണോ ഇത്? അതോ ഇനി ഫ്യൂച്ചർ വേറെ പോസ്റ്റ് ക്രാക്ക് ചെയ്യണമെന്നോ വേറെ പ്ലാൻസോ ഒക്കെ ഉണ്ടോ? അതിപ്പം ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ വെച്ചിരുന്ന ഓഫീസ് സൂപ്രണ്ട് എന്ന് പറഞ്ഞ പോസ്റ്റാണ്. ഇതിപ്പം ഈ വർഷം ഏകദേശം ഒരു 6000 കൂടുതൽ വേക്കൻസി ഈ പോസ്റ്റിനുണ്ടായിരുന്നു. ഞാൻ ആദ്യം വെച്ച പ്രിഫറൻസ് എന്ന് പറയുന്നത് കേരളത്തിൽ കിട്ടണം എന്നുള്ളതായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ കിട്ടാൻ പറ്റുന്ന പോസ്റ്റ് കിട്ടിയാൽ നമുക്ക് റോ സ്കോർ വരുമ്പോൾ നമുക്കറിയാം ചാൻസസ് ഉള്ളത്. അപ്പം പല പ്ലാറ്റ്ഫോംസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു സ്കോർ വെച്ച് നമുക്കിങ്ങനെ ഏത് പോസ്റ്റിനാണ് സാധ്യത കൂടുതൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പം അത് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പം ഓഫീസ് സൂപ്രണ്ടാണ് കുറച്ചുകൂടെ കിട്ടാൻ ചാൻസ് കൂടുതൽ, കേരളത്തിൽ കിട്ടാൻ ചാൻസ് കൂടുതൽ. അപ്പം ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ വെച്ചതും അത് തന്നെയായിരുന്നു. പിന്നെ അതിൻ്റെ താഴേക്ക് വെച്ചപ്പോഴും ഈ ഒരു കേരള പ്രിഫറൻസാണ് വെച്ചിട്ട് തന്നെയാണ് ഫില്ല് ചെയ്തത്. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടി. അപ്പം നമുക്ക് എന്തുകൊണ്ടും സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഓഫീസ് സൂപ്രണ്ട് എന്ന് പറഞ്ഞ പോസ്റ്റും അത്യാവശ്യം നല്ലൊരു പോസ്റ്റാണ്. അറിഞ്ഞിടത്തോളം വെച്ചിട്ട് നമുക്കിതിനെക്കുറിച്ച് യൂട്യൂബ് വഴിയുള്ള അറിവ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത് അറിഞ്ഞിടത്തോളം വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു പോസ്റ്റാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഈ പോസ്റ്റ് വരുന്നത്. പേ ലെവൽ 6 വരുന്നൊരു പോസ്റ്റ് കൂടിയാണത്. ഇതിൻ്റെ അടുത്ത് തൊട്ട് മുകളിലുള്ളത് പിന്നെ പേ ലെവൽ 7 വരുന്ന ഇൻസ്പെക്ടർ പോസ്റ്റുകളാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സ്കോർ വെച്ചിട്ട് അത് പ്രിഫറൻസ് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ കേരളത്തിൽ കിട്ടത്തില്ല. മാർക്ക് വെച്ചത് ഉണ്ടായിരുന്നു, ഈ പ്രിവൻറ്റീവ് ഓഫീസറും GST ഇൻസ്പെക്ടർ കൊടുക്കാനുള്ളതുണ്ടായിരുന്നു. ബട്ട് കേരളത്തിൽ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഓഫീസ് സൂപ്രണ്ട് കൊടുത്തത്. അപ്പോൾ ഇതെന്തുകൊണ്ടും ഈ ഒരു പോസ്റ്റിൽ സാറ്റിസ്ഫൈഡ് തന്നെയാണ്. ഇപ്പോൾ SSC പ്രിപ്പയർ ചെയ്യണോ വേണ്ടേ എന്ന് വിചാരിച്ച് ഇപ്പോൾ തുടങ്ങുന്ന പിള്ളേർ, ഡിഗ്രി കഴിഞ്ഞിട്ട് തുടങ്ങുന്ന കുട്ടികൾ, അല്ലെങ്കിൽ മോക്ക് എടുക്കണോ വേണ്ടേ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് എന്താണ് പറയാനുള്ളത്? അപ്പോൾ നിങ്ങൾ തുടങ്ങുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളതാണ്. എന്താണ് SSC, ഏതൊക്കെയാണ് പോസ്റ്റുകൾ, ഏതൊക്കെയാണ് എക്സാമുകൾ, നമുക്ക് എന്തൊക്കെയാണ് സിലബസ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. സിലബസ് വെച്ച് പ്രിപ്പയർ ചെയ്യുക. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും. റാൻഡമായിട്ട് എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം പോകും. എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്ത ഏതാണെന്ന് നമുക്കറിയില്ല. ഇപ്പം ഇതിനകത്തൊരു സിലബസ് വെച്ചിട്ട് ഒരു ടോപ്പിക്ക് എന്ന് കഴിയുമ്പം അതിൽ നമുക്ക് ആവശ്യമുള്ളതും SSC മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതും അല്ലാത്തതായിട്ടുള്ള ടോപ്പിക്കുകളുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് തന്നെ നമുക്ക് ഒരുപാട് വേണമെങ്കിൽ പഠിച്ചു പോകാം. അത്ര നമുക്ക് പക്ഷേ ആവശ്യം ഉണ്ടാകത്തില്ല. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് ഒരു ഗൈഡൻസോട് കൂടി തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. ഒരു മെൻറ്റർ സപ്പോർട്ട് നമുക്ക് അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് നമ്മുടെ നമ്മൾ ഇടുന്ന ഒരു എഫേർട്ടും നമുക്ക് വളരെ കണ്ട് കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ നമ്മളിതിനു വേണ്ടി ഒരു പ്രിപ്പറേഷൻ തുടങ്ങി ക്രാക്ക് ചെയ്യുന്നവരുള്ള സമയം, ഈ ഒരു ടൈം പീരീഡ് കുറയ്ക്കാനും കൂടി നമുക്ക് വളരെ കണ്ട് ഉപകരിക്കും. അപ്പോൾ അതുകൊണ്ടൊരു ഗൈഡൻസ് എടുത്തുകൊണ്ട് തന്നെ ചെയ്യണമെന്നാണ് ഞാൻ പറയുക. അപ്പം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒരുപാട് പ്ലാറ്റ്ഫോംസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് തീർച്ചയായിട്ടും ഗൈഡൻസ് എടുക്കണം. കാരണം ഞാനിവിടെ ഓഫ്ലൈൻ ബാച്ചിലാണ് ഒന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പം എനിക്കത് ഓഫ്ലൈൻ ബാച്ചാണ് ഞാൻ സത്യം പറഞ്ഞാൽ പ്രിഫർ ചെയ്യുക. കാരണം നമുക്ക് കുറച്ചുകൂടി ഈ ഓൺലൈൻ എടുക്കുമ്പോഴുള്ള എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തന്നെത്താനുള്ള പ്രിപ്പറേഷൻ കുറച്ച് മടുപ്പുളവാക്കുന്നതാണ്. മറ്റൊന്ന് നമുക്ക് സുഹൃത്തുക്കളും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ കമ്പൈൻ സ്റ്റഡി കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പം നമുക്ക് ഈ ഒരു മടുപ്പുണ്ടാകത്തില്ല. അതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യം. അത് പിന്നെ വരുന്ന ആൾക്കാർക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിലബസ് കവർ ചെയ്യുക കറക്റ്റായിട്ട്. എന്നിട്ട് നിങ്ങൾ മോക്ക് എടുത്ത് തുടങ്ങുക. മോക്ക് എടുക്കുമ്പം മോക്ക് എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളതും
എങ്ങനെയാണ് ടൈം അതിനകത്ത് നോക്കേണ്ടതും ആക്യുറസി കാര്യങ്ങളെല്ലാം വളരെ കണ്ട് ശ്രദ്ധിക്കുക. ആദ്യം സിലബസ് കംപ്ലീറ്റ് ചെയ്യുക, പിന്നെ ആക്യുറസിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ ഒരു 80% കവർ ആവാൻ നമ്മൾ മോക്ക് എടുത്ത് തുടങ്ങുക. ആ മോക്ക് എടുക്കുന്നതും അനലൈസ് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ മറ്റേ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള പോലത്തെ പേപ്പർ അല്ല ഇതിനകത്തുള്ളത്, എല്ലാ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് മോക്ക് എടുക്കണം. മോക്ക് എടുത്ത് തന്നെ നമുക്കത് റെഡി ആവത്തുള്ളൂ. ഈ ഒരു എക്സാമിൻ്റെ ആ ഒരു രീതിയും കാര്യങ്ങളും എല്ലാം അപ്രോച്ച് എങ്ങനെയാവണം എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ മോക്ക് എടുക്കുക. മോക്കിന് വളരെ കണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. മോക്കിലൂടെ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് നല്ല രീതിക്ക് വരും. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുകയും അതിൽ നിന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് പലപ്പോഴും എക്സാമിൽ റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. അത് നമുക്ക് വരുന്ന ആൾക്കാർ എന്തായാലും ഇങ്ങനെ ചെയ്യുക. പിന്നെ പെട്ടെന്ന് ഒരു എക്സാമിലോ അല്ലെങ്കിൽ മോക്കിലോ മാർക്ക് കുറയുന്നത് വെച്ചിട്ട് ഡിപ്രസ്ഡ് ആയിട്ട് ഇട്ടിട്ട് പോകരുത്. നമ്മൾ ഹോണസ്റ്റായിട്ട് വർക്ക് ചെയ്യുക. ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ സത്യം പറഞ്ഞ് വിശ്വസിക്കുക. നമ്മൾ ഹോണസ്റ്റായിട്ട് എഫേർട്ട് ഇടുന്നുണ്ട്, കൃത്യമായൊരു സ്ട്രാറ്റജി വെച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ അതിൽ വിശ്വസിക്കുക. നമ്മളുടെ വീക്ക് ഏരിയാസ് നമുക്ക് ഈ മോക്സ് മനസ്സിലാക്കി തരും. അത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക, മുന്നോട്ട് പോവുക. നമുക്ക് എന്തായാലും ആ റിസൾട്ട് എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ ഈ ജേണിയിൽ ഒരുപാട് പേര് കൂടെ നിന്നിട്ടുണ്ടായിരിക്കും. അപ്പം ആരോടെങ്കിലും പ്രത്യേകമായിട്ട് നന്ദി എടുത്ത് പറയാനുണ്ടോ? നന്ദി പറയാനാണ് ഒരുപാട് പേരോട് പറയേണ്ടി വരും. കാരണം ആദ്യം പറയേണ്ടത് ദൈവത്തിനോടാണ്. ദൈവത്തെ വിശ്വസിക്കുന്നുള്ളതുകൊണ്ട് ദൈവത്തിനോട് നന്ദി പറയുന്നു. പിന്നെ വീട്ടുകാർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ഇത്ര നാൾ പ്രിപ്പയർ ചെയ്ത് നിൽക്കാൻ പറ്റുന്നത് നമ്മൾ വേറൊന്നും അറിയുന്നില്ല. സത്യം പറഞ്ഞാൽ അവർ ഈ ഒരു ഇത്ര നാളായി ജേണി തുടങ്ങി, ടൈം എടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ആളുകൾ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അവരെല്ലാം ഫേസ് ചെയ്യുന്നു. പക്ഷേ അത് നമ്മൾ അറിയിക്കുന്നില്ല. വളരെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം എല്ലാവരോടും നന്ദിയുണ്ട്. പിന്നെ ഒരുപാട് റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് എല്ലാവരും ഒരുപാട് കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ജേണിയിൽ. ഇവിടുത്തെ റേസിൻ്റെ കാര്യം പറയണം. ഞങ്ങളുടെ മെൻറ്ററായിട്ടുള്ള ആര്യ മിസ്സുണ്ട്, യദു സാറുണ്ട്. കാരണം അവരൊക്കെ അത്ര നല്ല സപ്പോർട്ടീവാണ്. കാരണം നമുക്ക് ഓരോ ഘട്ടത്തിലും നമുക്ക് വളരെ കണ്ട് നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ ഒരുപാട് ഗൈഡൻസും കാര്യങ്ങളും മോറലി മെൻ്റലിയൊക്കെ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ അതെല്ലാവരോടും നന്ദിയുണ്ട്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്തായാലും റേസിനോട് ഒരുപാട് നന്ദി പറയാനുണ്ട്. കാരണം ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളും ഈ ഒരു അറ്റ്മോസ്ഫിയറും, നമുക്ക് ഒരു സ്റ്റുഡൻ്റ് ഇവിടെ നിന്ന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടതെല്ലാം ഇവർ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇത്ര കണ്ട് ചെയ്തു തരുന്നു. നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മതി, ബാക്കിയുള്ളതെല്ലാം അവർ നോക്കിക്കോളും എന്നുള്ളതാണ് കാര്യം. എല്ലാവരോടും റേസിനോടും എല്ലാവരോടും നന്ദിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ഇരുന്ന് അജിത്തിൻ്റെ ജേണിയും എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു.